കോഴിക്കോട് താമരശ്ശേരിയിൽ മരിച്ച 9 വയസ്സുകാരി അനയയുടെ കുടുംബം നിയമ നടപടിയിലേക്ക്. മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരം അല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് നീക്കം. താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കുടുംബം പരാതി നൽകി. ഓഗസ്റ്റ് 14-നാണ് താമരശ്ശേരിയിൽ 9 വയസ്സുകാരി മരിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായി ചികിത്സ ലഭിക്കാത്തതാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്നായിരുന്നു മരണമെന്നാണ് കുടുംബത്തെ മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ട കുടുംബത്തോട് മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമല്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പിന്നാലെ കുട്ടിയുടെ പിതാവ് സനൂപ് ചികിത്സാ പിഴവ് ആരോപിച്ച് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിക്കുകയായിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരമല്ല മരണകാരണമെന്നും ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള ന്യൂമോണിയയാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് കുടുംബം പരാതി നൽകിയത്. ഈ ഒരു ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് തന്നെയാണ്. ഇവർ വേണ്ട രീതിയിൽ ഇവിടുന്ന് ആ കുട്ടിക്ക് നല്ലൊരു ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി ഇവിടെ നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ആ ഒരു കൊടുക്കാത്തതിൻ്റെ ഒരു പ്രയാസമാണ് ഇന്ന് ആ കുട്ടി ഞങ്ങളെല്ലാവരെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ണീരിലാഴ്ത്തി പോയിട്ടുള്ളത്. ഡോക്ടറെ ആക്രമിച്ച കേസിൽ സനൂപിനെ 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ തിരിച്ചു കോടതിയിൽ ഹാജരാക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.